Hello guys, welcome back to HJS. അപ്പം നമ്മൾ ഇന്ന് ഒരു സാധനം കൊണ്ടാണ് വന്നേക്കുന്നത്. സാധനം എന്നാന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ഞാൻ ഒരു സാധനം മേടിക്കണം എന്ന് പറയുന്നത്. ആ സാധനം ഞാൻ തന്നെ കാണിച്ചു തരാം. സാധനം എന്ന് പറയുന്നത് ഇതാണ് സാധനം. ഒരു മിനിറ്റ്, ഇതാണ് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അതെന്നാ പാഴ്സലാണെന്ന് നമുക്ക് നോക്കാം. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒരു ട്രൈപോഡ് മേടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് തപ്പിയിട്ട്, ഒരുപാട് സ്ഥലത്തൊന്നും തപ്പിയിരുന്നില്ല, കുറച്ച് സ്ഥലത്ത് തപ്പിയുള്ളൂ. അപ്പോൾ കുറച്ച് സ്ഥലത്ത് തപ്പിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അവസാനം ഞാൻ ഒരു സാധനം മേടിച്ച്. ഇതിൻ്റെ വില 300 രൂപ അടുത്തെത്തി. അപ്പം നമുക്കിത് അൺബോക്സിങ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ സാധനം അതാണ്, പൊട്ടിച്ച് നോക്കാം. ഞാൻ നേരത്തെ ആദ്യം തന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. സാധനം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പം ഇതാണ് സാധനം. കുഞ്ഞു സാധനം അത്. അതാകുമ്പോൾ അത്യാവശ്യം ഹാൻഡിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനം അത്. ഞാൻ നോക്കി, ഇതാണ് ഇത്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഈ സാധനം ഇവിടെ ഈ ലോക്കുണ്ട്. ഇവിടെ ഒരു ലോക്കാണ്. ഇത് ഇവിടെ ഉണ്ട്. രണ്ട് സൈഡിലും ഓരോ ലോക്കാണ്. ഈ ലോക്ക് ഇങ്ങനെ ഞെക്കിയിട്ട് മേളിലോട്ട് വെക്കുക. അപ്പം പിന്നെ ഇതിങ്ങനെ വയ്ക്കുക, കറക്കി മുറുക്കി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ടൈറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല, ഒന്ന് നോക്കട്ടെ. ഇപ്പം ഇതിങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സാധനം ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊരു മെത്തേഡുണ്ട്. ഇങ്ങനെ വെച്ച് വിരിക്കാം. ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേബിളായിട്ട് വയ്ക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരി, നമുക്കിത് മൊബൈലൊന്ന് വെച്ച് നോക്കാം. മൊബൈൽ വെച്ച് നോക്കും. ഇതാണ് കറക്റ്റ് സാധനമാണ്. നമ്മൾ ശകലം ഒരു പൊടിക്ക് നമ്മൾ വയ്ക്കുമ്പോഴത്തേനും ഈ പൊടിക്ക് ഇങ്ങോട്ട് നീക്കി വെക്കണം. നീക്കി വെച്ചില്ലെങ്കിൽ ഇവിടെ ഈ പവർ ബട്ടൺ ഉണ്ട്, അവിടെ ഞെങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ യൂസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിയെ നമുക്ക് നോക്കാം. ഇപ്പം ഈ സാധനം ഈ ഒരു ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിത് സ്റ്റാൻഡ് പോലെ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇത് നേരെ ബാക്കിലോട്ട് വയ്ക്കുക. ബാക്കിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നേരെ ഈ രണ്ട് സാധനം, ഇത് അടിയിലൊരു 2 കാല് പോലുണ്ട്. ആ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ സ്റ്റാൻഡായി. ബൈക്കിൻ്റെ പുറത്തായതുകൊണ്ട് ഇരിക്കുമെന്നറിയത്തില്ല. സ്റ്റാൻഡായി, അവിടെ ഇരുന്നോളൂ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം ഈ സാധനമാണ്. അപ്പോൾ ഈ സാധനം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ട്രോളിയുടെ ഒരു സാധനമാണ്. ട്രോളിയുടെ ഒരു ഇങ്ങനെ വലിച്ചെടുക്കുന്ന കൂട്ടൊരു സാധനമാണ്. അപ്പോൾ ആ സാധനം ഞാൻ കട്ട് ചെയ്ത് സെറ്റപ്പാക്കി. അത് കഴിഞ്ഞിട്ട് സെൽഫി സ്റ്റിക്കിൻ്റെ ഒരു സാധനം ഇതേപോലെ ഈ ഇവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച, ഈ 2 സ്ക്രൂ ആണ്. ഈ 2 സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് അടിപൊളിയാക്കി സെറ്റപ്പാക്കി. ഇൻസുലേഷനൊക്കെ ചുറ്റി. ഇത് PVC ഉണ്ടാക്കിയെടുത്ത്, അതായത് ഇത് ഇവിടുത്തെ ഒരു കുട പോലുള്ള സാധനം ഊരിപ്പോയിട്ട് ഞാനിത് PVC വെച്ച് ഇൻസുലേഷൻ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചേക്കുന്ന സാധനമാണ് ഈ സാധനം. ഈ സാധനം വെളിയിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ്. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിന്, ഇപ്പോൾ ഈ സാധനം ഈ വീഡിയോ എടുക്കുമ്പം ഇത് ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു കുഴപ്പമില്ല. പക്ഷേ വെളിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിപ്പം വേറൊരു സാധനം, ഇപ്പം ഞാൻ കാണിച്ച സാധനം മേടിച്ചത്. ഇപ്പോൾ ഞാൻ ആ സാധനത്തെ വെച്ചാണ് ഞാനിപ്പം ആ ഒരു മൗണ്ടേ വെച്ചാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ സാധനമാണ് മേടിച്ച സാധനം, അതായത് മേടിച്ചല്ല ഉണ്ടാക്കിയ സാധനം. അപ്പം ഈ സാധനം ശകലം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനൊക്കെ നൈസായിട്ട് വേറൊരു സാധനം മേടിച്ചു. അപ്പം നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വ്ളോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട്, അപ്പം നമ്മൾ ഒരുപാടൊന്നും ആയിട്ടില്ല, എന്നാലും കുറച്ച് വ്ളോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ സാധനം മേടിച്ചേ പറ്റൂ. അപ്പം നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പം ഞാൻ ഈ സാധനം ഇപ്പം ഞാൻ എടുക്കുന്നത് ആ സ്റ്റാൻഡിൽ വെച്ചാണ്. അടിപൊളി സാധനം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതായത് നമ്മൾ കുറഞ്ഞ പൈസയ്ക്ക് ഉള്ള ഒരു സാധനമാണ്.
കുറഞ്ഞ കുറഞ്ഞ പൈസ ആകുമ്പോൾ 278 രൂപ മൊത്തം 278 രൂപ മൊത്തം ആയിട്ടുണ്ട്. അപ്പോൾ വേറെ ഞാനത് ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കി ഫ്ലിപ്കാർട്ടിൽ ഒരുപാട് സാധനത്തിൽ ഞാൻ കയറി നോക്കി. ആദ്യം ഞാൻ നോക്കിയത് സെൽഫി സ്റ്റിക്ക് മേടിക്കാനാണ് ഞാൻ ആദ്യം നോക്കിയത്. പക്ഷേ സെൽഫി സ്റ്റിക്ക് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇപ്പോഴത്തെ ഒരു സ്റ്റേബിൾ ആയിട്ടിരിക്കില്ല. ഇതാകുമ്പോൾ നല്ല കൺട്രോളുണ്ട്. ഇപ്പോൾ നമ്മൾ എൻ്റെ ഈ മൊബൈലിൽ മറ്റേ സ്റ്റെബിലൈസ്ഡ് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് ഒന്നും പറയാൻ പറ്റില്ലെന്ന് വെച്ചാൽ യൂസ് പോലെ ഇരിക്കും. അപ്പോൾ ഇതിന് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്ന അത് ലാസ്റ്റ് ചെയ്ത് കേടാകുമ്പോഴത്തേന് ഞാനൊരു വീഡിയോ ഇടും എന്നെ ആയാലും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതോടെ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. സൈനിങ് ഔട്ട്.